നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6, 2026 വെള്ളി. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്ന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നെങ്കിൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിയുകയുമുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആകമാനം ഉടലെടുത്ത റിക്കവറിയെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിനും അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി എസ്പെഷ്യലി മെറ്റൽ, ഓട്ടോ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് നേട്ടത്തെ ത്വരിതപ്പെടുത്തുന്നതിലും പ്രധാന പങ്കും വഹിച്ചു. എന്നാൽ അതേസമയം നിഫ്റ്റി IT മാറി നിൽക്കുന്ന കാഴ്ചയുമാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. എങ്കിൽ കൂടിയിട്ടും ഇന്നലെയും തുടർച്ചയായി ഈ മാസം മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3752.52 കോടി രൂപയ്ക്ക് അതിശക്തമായ സെല്ലിംഗും തുടരുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5113.37 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഒരു പക്ഷേ കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരിക്കാം ഇന്ന് മാർക്കറ്റിൽ സംഭവിക്കുക. എന്നാൽ അതേസമയം 24,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ തുടർന്ന് ഓഗസ്റ്റ് മാസത്തെ ലോയും കൂടാതെ മിനിങ്ങാന്ന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ നിഫ്റ്റിയുടെ ലോ ലെവലുമായ 24,300 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,900 തുടർന്ന് 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലുകളിൽ ഒരുപക്ഷെ അതിശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. എന്നാൽ അതേസമയം ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. എസ്പെഷ്യലി US നിന്നും എല്ലാ ഇവന്റുകളും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി US നിന്നും ഫെബ്രുവരി മാസത്തെ നോൺ ഫാം പേറോൾസിന്റെയും അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും കൂടാതെ ജനുവരി മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെയും റിലീസ് നടക്കാനിരിക്കുന്നു. തുടർന്ന് രാത്രി 8:30 തന്നെ കാനഡയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ IVPMI ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. വെസ്റ്റ് ഏഷ്യയിലുള്ള സംഘർഷങ്ങളൊക്കെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. അതായത് ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം വീണ്ടും US ക്യൂബയിലേക്ക് തിരിയുമെന്നുള്ള പുതിയ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. ആയതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ കൂടിയിട്ടും വീണ്ടും അമേരിക്ക ക്യൂബയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് നിലവിൽ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമാധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഈ അടുത്ത കാലത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം വീണ്ടും ജനിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി US ഗവൺമെന്റ് പല പുതിയ നടപടികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി US ട്രഷറി തന്നെ ക്രൂഡ് ഓയിലിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് അതിശക്തമായ ഇടപെടലുകളും നടത്തുന്നുണ്ട് വില കുറയ്ക്കുവാനായിട്ട്. എന്നാൽ അതേസമയം പുതിയ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം പാകിസ്ഥാനിലാകെ 25 ദിവസത്തേക്കുള്ള കരുതൽ എണ്ണശേഖരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോവിഡിന് സമാനമായിട്ടുള്ള ലോക്ക്ഡൌൺ നടപടികളിലേക്ക് ഒരുപക്ഷെ രാജ്യം കടന്നേക്കാമെന്നുള്ള റിപ്പോർട്ട്സും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. മാത്രമല്ല നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിലേറ്റ തടസ്സങ്ങളെ തുടർന്ന് ഇനി വരും ദിവസങ്ങളിൽ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഈ വീക്കെൻഡില് F&O പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ എസ്പെഷ്യലി ഓപ്ഷൻ സെല്ലേഴ്സ് ഒക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് എനർജി പ്രതിസന്ധി നേരിടുമെന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാലും ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ അതിശക്തമായ ഉയർച്ചയെ തുടർന്ന് അത് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്കയാൽ തന്നെ വരുന്ന ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ ഉടലെടുത്ത ആശങ്കയെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിൽ S&P 500-ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 0.5%-യും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ നേരിയ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ്, ജർമ്മൻ 3 മാർക്കറ്റുകൾക്കും 1.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 1.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം ആരംഭിച്ചിരിക്കുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ US ഗവൺമെന്റ് തുടങ്ങിവെച്ച പുതിയ നടപടികളെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5%-ന്റെയും ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ
ഗ്യാസിന്റെ വില $83.71 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $79.02 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയും $5079.49 പെർ ഔൺസ് എന്ന നിലയിലേക്കും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ അതേസമയം സിൽവറിന്റെ വിലയിൽ 0.15% നേരിയ ഉയർച്ചയും അനുഭവപ്പെടുന്നുണ്ട്. $82.20 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് സിൽവറിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.91 എന്ന നിലയിലും മാക്സ് പെയിൻ 24,750 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റി നിലനിൽക്കുമ്പോഴും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 37.55 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ഉണ്ടായി. എന്നാൽ അതേസമയം നിഫ്റ്റിയുടെ ഷോർട്ട് മിഡ് ടൈം മൂവിംഗ് ആവറേജുകൾ അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 24,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.89 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷന്റെ ഫലമായി സ്മോൾ അപ്പർ ഷാഡോയോടും ലോങ് ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള സ്മോൾ ബോഡിഡ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMAക്ക് തൊട്ടു മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 39.36 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 59,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആംബർ എന്റർപ്രൈസസ് HDFC മ്യൂച്വൽ ഫണ്ട് 185 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയുണ്ടായി. സുഹാരി അഗ്രോ കെമിക്കൽസ് 2019-20 സാമ്പത്തിക വർഷത്തെ സെബിക്ക് നൽകിയ സാമ്പത്തിക പ്രസ്താവനകൾ തെറ്റായി അവതരിപ്പിച്ചതിനെ തുടർന്ന് വന്ന സെബിയുടെ കേസ് 1.2 കോടി രൂപ ഫൈൻ അടച്ചുകൊണ്ട് ഒത്തുതീർപ്പാക്കുകയുണ്ടായി. ബാങ്ക് ഓഫ് ബറോഡ ലോങ് ടേം ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 10,000 കോടി രൂപ ബാങ്ക് സമാഹരിക്കുകയുണ്ടായി. സ്റ്റാർ ഹെൽത്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും GST ഒഴിവാക്കിയതിനെ തുടർന്ന് കസ്റ്റമർ ഡിമാൻഡിൽ 50% വളർച്ച റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് AI മൂലമുള്ള പണപ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് തൊഴിലുകളുടെ വെട്ടിക്കുറയ്ക്കലിനായി കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ലോങ് സ്പൂർ ഇന്റർനാഷണൽ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി March 10, 2026 ബോർഡ് യോഗം ചേരും. ഗ്ലോബസ് സ്പിരിറ്റ്സ് ശ്രീ ഷേഖ്പൂർ സ്വരൂപിനെ കമ്പനിയുടെ പുതിയ CEO ആയിട്ട് നിയമിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.